ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ അതാ നമുക്ക് കുക്കറിൽ എങ്ങനെ മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വലിയ പീസാക്കിയ ചിക്കൻ ഒരു 2 കിലോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണ് ചിക്കൻ വേണ്ടത് അതിലെടുക്കാം. തീരെ ചെറുതാവരുത്, പൊടിഞ്ഞു പോകും ചിക്കൻ. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമാണ് നല്ലത്. അപ്പോൾ അതാ അതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 കിലോ ചിക്കൻ ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഒരുപാട് വലുതാണെങ്കിൽ പകുതിയാണെങ്കിലും മതി. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിടുക. അതിനുശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയില ഇടുക. അതുപോലെ തന്നെ 1 സ്പൂൺ പുതിന ഇലയില്ലേ അതുകൂടി ഇടുക. ഇത് നല്ല ഒരു മണവും ടേസ്റ്റും കിട്ടാനാണ്. അതുപോലെ ഉപ്പ് ഉടനെ ഇടരുത്. നമുക്ക് മാഗി ക്യൂബ്സ് അതിലേക്ക് ചേർത്ത് കഴിയുമ്പോഴാണ് ഉപ്പ് എന്തോരം വേണമെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ 3 മാഗി ക്യൂബ്സ് ശരിക്കും ഇതിലേക്ക് 2 കിലോ ചിക്കന് ആവശ്യമായിട്ട് 3 മാഗി ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഇറച്ചിക്കകത്ത് നല്ലപോലെ ചിക്കനിൽ തിരുമ്മി പിടിപ്പിക്കാം. ഈ ഒരു നല്ലപോലെ ഓരോ ഐറ്റവും നമുക്ക് ഇറച്ചിയിൽ നല്ലപോലെ തിരുമ്മി പിടിക്കണം. അതുപോലെ തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. വേറെ ഓയിൽ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ചിക്കൻ പുരട്ടുമ്പം തന്നെ നന്നായിട്ട് ഓയിൽ ഒഴിച്ച് തന്നെ നല്ലപോലെ ഈ ക്യാപ്സിക്കവും പിന്നെ മാഗിയുടെ ക്യൂബ്സും അതുപോലെ മല്ലിയിലയും എല്ലാം പുതിനയിലയൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി നല്ലപോലെ ഞാൻ ഓരോ സാധനം ചേർക്കുമ്പോഴും നല്ലപോലെ തന്നെ അതിലേക്ക് മിക്സ് ആവാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പം മന്തിയുടെ മസാല അതും വലിയ 2 സ്പൂണോളം നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഈ എന്തോരം ചിക്കൻ ഉണ്ടോ അതനുസരിച്ച്. വേറെ ഒരുപാട് മസാലകൾ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. മന്തിയുടെ മസാല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അതുപോലെ തന്നെ കുരുമുളകും ചെറിയ ജീരകവും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു വലിയ 2 സ്പൂണോളം അതിലേക്ക് ചേർക്കുക. നന്നായിട്ട് അതും തിരുമ്മി പിടിപ്പിക്കുക. ഈ പൊടി ഐറ്റങ്ങളെല്ലാം ഇതിലൊന്ന് നന്നായിട്ട് പുരട്ടി ചേർക്കുക. വേറെ നമ്മൾ എണ്ണയൊന്നും ചേർത്ത് ഒരുപാട് വഴറ്റി അങ്ങനൊന്നുമില്ല പരിപാടി. ഇത് നന്നായിട്ട് ശരിക്കും ഇത് രാത്രി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് ലഞ്ചിന് നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഉപ്പും ഇതിനകത്ത് എല്ലാം പിടിച്ചും എരിവൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് റൈസ് വെച്ചാലോ. അപ്പോൾ റൈസിന് ആവശ്യമായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല, നമുക്ക് ഊറ്റിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് വലിയൊരു സ്പൂൺ ചേർത്തോളൂ. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ അളവ് വലിയൊരു ബൾബ് ഉള്ളിയും ഒരു ഇഞ്ച് ഇഞ്ചിയും ചേർത്താലും മതി. നല്ലപോലെ ഒന്ന് പുരട്ടി ചേർക്കണം. അപ്പോൾ ചോറിലേക്ക് ഞാൻ 1 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂൺ വേണമെന്നില്ല, 3/4 സ്പൂണോളം മതി. അതുപോലെ തന്നെ കറുവാപ്പട്ട ഇല്ലേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏലക്കായും 2 ഏലക്ക അല്ലെങ്കിൽ 3, 2 കരയാമ്പൂ അങ്ങനെ അത് രണ്ടും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നാരങ്ങയില്ലേ, ഉണക്ക നാരങ്ങ എൻ്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഉണക്കലില്ലെങ്കിലും പച്ച നാരങ്ങ ആണെങ്കിലും പകുതി അതിൽ മുറിച്ചിട്ട് കൊടുക്കാം. വെള്ളത്തിൽ നമ്മൾ ചോറ് വെക്കുന്ന വെള്ളത്തിൽ. അപ്പോൾ അരി നമുക്ക് ഈ ഗോൾഡ് ഇല്ലേ സെല്ലാ റൈസ് അതിൻ്റെ ഗോൾഡ് ചേർക്കണം. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചോറ് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ. അതുപോലെ തന്നെ അരി കഴുകി ഊറ്റി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ അരി ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോണം, സെല്ല റൈസ് ഗോൾഡാണ് മന്തി വെക്കാൻ ഏറ്റവും ബെറ്റർ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്ന് അടുക്കി പിടിച്ച് ഇരിക്കാതിരിക്കാൻ. അതുപോലെ തന്നെ മന്തിയൊക്കെ നല്ല ഓയിലി ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിക്കനകത്ത് നമ്മൾ പുരട്ടി വെച്ച ഓയിലുണ്ട് അത് കുറച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. ഇതിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇതേ ഈ ഒരു കുക്കറ് ഈ വലുതായിട്ട് ഒറ്റ സെറ്റായിട്ട് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഞാൻ ചിക്കനെല്ലാം ഇതിൽ തന്നെ അടുക്കി വെച്ചിട്ട് അതിന് ശേഷം ഇപ്പോൾ ഈ ഒരു ലെയറിൽ നിങ്ങൾക്ക് വലിയ കുക്കറുണ്ടെങ്കിൽ അത് അനുസരിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മൾ ചോറ് പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് കോരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഫുള്ള് അതിനകത്ത് ചേർത്ത മസാല എല്ലാം അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ റൈസ് ഒന്ന് 2-3 തിളച്ച് കഴിയുമ്പോൾ ചോറ് ഒരുപാടൊന്നും വെന്ത് പോലെ ഹാഫ് ബോയിലാവുമ്പോഴത്തേക്കിന് നമുക്ക് ചോറ് എടുത്ത് അതിലേക്ക് കോരിയിട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഇത്തിരി മന്തി മസാല കൂടി ചേർത്തിട്ടുണ്ട്, ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയാണ് ചോറിന്. അപ്പോൾ ചോറിന് ആവശ്യമുള്ള ഉപ്പൊക്കെ നിങ്ങൾ ഇട്ടോണം. ഒരുപാട് ഉപ്പിടണ്ട, നമുക്ക് ഇറച്ചിക്ക് ആവശ്യമായ ഉപ്പ് ഇറച്ചിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു വേവിൻ്റെ ഈ ഒരു പരുവം കണ്ടോ. അപ്പോൾ ചോറ് നമുക്ക് കൊട്ടയിലേക്ക് ഊറ്റിയതിന് ശേഷം നമുക്ക് ഇറച്ചി അടുക്കി വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. പകുതിയേ വെന്തിട്ടുള്ളൂ ചോറ് കേട്ടോ, ഒന്ന് അരി മാറി വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ്സ് കൂടി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതാ പറഞ്ഞാൽ ചോറിന് ഒരുപാട് ഉപ്പ് വാരിയിടരുത്, കുറച്ചോളൂ കേട്ടോ. അതിലേക്ക് വീണ്ടും ചോറ് ഞാൻ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാഗി ക്യൂബ്സ് ഇട്ടതിന് ശേഷം മുകളിൽ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മുകളിലൂടെ മാഗി ക്യൂബ്സ്, ആകെ ഒരു ക്യൂബ്സേ ഉള്ളേ പൊടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി മന്തി മസാലയുടെ പൊടി കൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. തുറക്കുമ്പോൾ ഒരു നല്ല മണമൊക്കെ വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് അടച്ചു വെച്ചു. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ചിക്കൻ്റെ വെള്ളം എന്തായാലും ഇറങ്ങും. അപ്പോൾ ഒറ്റ വിസിൽ കൊണ്ട് നമ്മുടെ മന്തി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. സൂപ്പറെന്ന് വെച്ചാൽ ഇത്ര ഈസി ആയിട്ട് ദമ്മായി വരുന്ന മന്തി ഒറ്റ വിസിലിന് ഇങ്ങനെ ഉണ്ടാക്കിയാലാണ്. അപ്പോൾ കറക്റ്റ് റൈസൊക്കെ കറക്റ്റ് വെന്ത് ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. നിങ്ങൾ ചോറിൻ്റെ വേവ് എന്തോരം വേണോ ആ ഒരു വിസിൽ, കുക്കറിന് 2 വിസിൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറച്ചിയൊക്കെ കുക്കറിൽ വെക്കുമ്പോൾ എന്തോരമാണ് നിങ്ങൾ വേവിക്കുന്ന ആ ഒരു ഇറച്ചിയുടെ വേവിന് അനുസരിച്ച് വേണം കറക്റ്റ് ചെയ്യാൻ കുക്കറ്. ചോറ് നമ്മൾ ജസ്റ്റ് അധികം വേകാത്തത് കൊണ്ടാണ് എല്ലാം നമ്മുടെ ദം ചെയ്ത്, പിന്നീട് ഒരു ദമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ചോറ് ദമ്മായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് നമുക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പുകച്ചൊക്കെ എടുക്കാം. അതല്ലെങ്കിൽ കുക്കറിൽ തന്നെ വെച്ചൊന്ന് പുകച്ചെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ സെർവ് ചെയ്യാനെടുത്ത പാത്രത്തിലോട്ട് വെച്ചിട്ട് അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ സെർവ് ചെയ്യുമ്പോൾ നല്ല മണം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അല്ലെ കുക്കറിലാണെങ്കിലും നന്നായിട്ട് ഇരുന്നോളും. ഞാൻ ഈ കുക്കറിൽ നിന്ന് എടുത്ത്, അപ്പം സ്ഥലം കുറവായതുകൊണ്ടാണ് കുക്കറിൽ നിന്ന് എടുത്ത് സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് വെച്ചിട്ടാണ് പുകച്ചു കൊടുത്തത്. അടിപൊളി, ആ പുകയുടെ ആ കടയിലെ അതേ ടേസ്റ്റിൽ ചിക്കനൊക്കെ ഒന്നും പൊടിഞ്ഞു പോകാതെ നമുക്ക് കറക്റ്റിന് കിട്ടി. അതുപോലെ തന്നെ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞാൽ ഉടനെ തുറക്കരുത്, അത് കുറച്ചൊന്ന് തണുത്ത് നമ്മൾ വിസിൽ പോയി കഴിയുമ്പം തുറക്കുമ്പോഴാണ് കറക്റ്റ് ദമ്മായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ മയോണീസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഞാനിത് മിൽക്ക് ഉണ്ടാക്കിയ മയോണീസാണ്, ഹെൽത്തി മയോണീസാണ്. അതുപോലെ തന്നെ തക്കാളി ചട്നി, നമ്മൾ എപ്പോഴും മന്തിക്കടയിൽ നിന്ന് കിട്ടുന്ന കാന്താരി മുളകും അങ്ങനെ നല്ല എരിവുള്ള നല്ല മന്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ, സന്തോഷമുള്ള ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.